പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്ന് അനിശ്ചിതകാലത്തേക്ക് പിരിയും. ശീതകാല സമ്മേളനത്തിന്റെ അവസാന ദിനമായി ഇന്നും സഭകൾ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പ്രക്ഷുബ്ധമായേക്കും. അതിനിടെ പാർലമെന്റ് കവാടത്തിന് മുന്നിലെ പ്രതിഷേധങ്ങൾ സ്പീക്കർ ഓം ബിർള വിലക്കി. രാഷ്ട്രീയ പാർട്ടികളെയോ അംഗങ്ങളെയോ കവാടങ്ങൾക്ക് മുന്നിൽ പ്രതിഷേധിക്കാൻ അനുവദിക്കില്ല. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി ചേർന്നു. അർജുൻ, ഇന്നത്തേക്ക് സഭ പിരിയുകയാണല്ലോ, ഇന്നും പ്രക്ഷുബ്ധമാകാൻ തന്നെയാണ് സാധ്യത അല്ലേ? പിന്നെ പോരാത്തതിനെ കഴിഞ്ഞ ദിവസമൊക്കെ നല്ല പ്രതിഷേധം സഭയ്ക്ക് പാർലമെന്റിന് മുന്നിൽ ഉണ്ടായിരുന്നു, അത് ഇന്ന് വിലക്കിയിട്ടുമുണ്ടല്ലോ. വിശദാംശങ്ങൾ എന്താണ്? തീർച്ചയായിട്ടും ഈ ശീതകാല സമ്മേളനം അവസാനിക്കുന്ന ദിവസമാണിന്ന്. പക്ഷേ അതിനിടയിലാണ് ഇന്നലെ രാത്രി രാഹുൽ ഗാന്ധിക്കെതിരെ BJP MP-മാരുടെ പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലമുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടി വലിയ പ്രതിഷേധത്തിന് തന്നെയായിരിക്കും ഇന്ന് പാർലമെൻറ്റിൻ്റെ 2 സഭകളും സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഇതിനോടകം തന്നെ അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യ സഖ്യം, അത് മല്ലികാർജുൻ ഖാർഗെയുടെയും രാഹുൽ ഗാന്ധിയുടെയും നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം തന്നെയാണ് സഭയ്ക്കകത്തും പുറത്തുമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മളിത് കണ്ടതാണ്. അതിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിലെത്തിയ ദിവസമായിരുന്നു ഇന്നലെ. പാർലമെന്റിന് പുറത്തെ ആ സംഘർഷവും അതുപോലെ തന്നെ പുറത്ത് ഇരു പാർട്ടികളും കോൺഗ്രസും BJP-യും നടത്തിയ വാർത്താ സമ്മേളനം എല്ലാം നമ്മൾ കണ്ടതാണ്. ഇന്നും രാവിലെ തന്നെ സഭ പ്രക്ഷുബ്ധമാക്കാനാണ് പ്രതിപക്ഷത്തിൻ്റെ, ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. ആ സ്ട്രാറ്റജി മെനയാൻ വേണ്ടി അവർ രാവിലെ 10 മണിയോടുകൂടി മല്ലികാർജുൻ ഖാർഗെയുടെ ഓഫീസിൽ, പാർലമെന്റിനകത്തുള്ള ഓഫീസിൽ വെച്ചൊരു യോഗവും ചേരുന്നുണ്ട്. പ്രധാനമായിട്ടും കോൺഗ്രസ് നേതാക്കൾ, ഇന്ത്യ സഖ്യത്തിലെ നേതാക്കളും പങ്കെടുക്കുമെന്നുള്ള കാര്യമാണ് നമ്മളിപ്പോൾ അറിയുന്നത്. അത് സഭയ്ക്കകത്ത് എങ്ങനെയായിരിക്കണം ഇവരുടെ ഒരു ആക്രമണം എന്നുള്ള കാര്യത്തിൽ ഒരു സ്ട്രാറ്റജി മെനയാൻ വേണ്ടിയിട്ടായിരിക്കും. ഇന്നും എന്തായാലും വലിയ രീതിയിൽ തന്നെ അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രധാനമായിട്ടും പ്രതിഷേധം ഉണ്ടാവുക എന്നുള്ള കാര്യം കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇങ്ങനെ ഇന്നലെ നടന്ന സംഘർഷത്തിൽ കോൺഗ്രസിനെതിരെ വസ്തുതാ വിരുദ്ധമായിട്ടുള്ള രീതിയിൽ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ഇങ്ങനെ പരാതി നൽകിയതിനുമെതിരെയും വലിയ രീതിയിൽ തന്നെ പ്രതിഷേധം ഉന്നയിക്കാൻ വേണ്ടി കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു. ഇന്നലെ അദ്ദേഹത്തിനെതിരെ രജിസ്റ്റർ ചെയ്തിരുന്ന കേസ്, അത് പലതും ബെയിലബിൾ ആയിട്ടുള്ള ഒഫൻസുകളാണെങ്കിൽ പോലും മനഃപൂർവ്വം ആക്രമിക്കുന്നു, ആക്രമണത്തിന് ആഹ്വാനം ചെയ്യുന്നു എന്നടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇനി വേണമെങ്കിൽ ഓം ബിർളയുടെ അനുവാദത്തോടു കൂടി രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാം, അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാം. അതുപോലെ തന്നെ ലോക്സഭാ കവാടത്തിന് മുന്നിലെ അടക്കം CCTV ദൃശ്യങ്ങളടക്കം പോലീസിന് പരിശോധിക്കാൻ വേണ്ടി എടുക്കാം, അതെല്ലാം ചെയ്യാം. ഇതിൻ്റെ എല്ലാം ഒരു അടിസ്ഥാനം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ശീതകാല സമ്മേളനം അവസാനിക്കുന്ന ദിവസം കൂടിയാണ്. ഇന്ന് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭം, പ്രതിഷേധം അത് ലോക്സഭയിലും രാജ്യസഭയിലും ഉണ്ടാകുമെന്നുള്ള കാര്യം തന്നെയാണ് നമുക്കിപ്പോൾ പറയാൻ വേണ്ടി സാധിക്കുക. അത് വലിയ രീതിയിൽ തന്നെ സഭാ നടപടികൾ